വന്നിരുന്നിട്ട് എന്തായാലും ഒരു കല്യാണം അതിന് നടക്കില്ല, നമുക്കൊരു ബേബി ഷവർ കൂടെ ആയാലോ. ഞാൻ പറഞ്ഞു തൊട്ടുമുറത്ത് ബേബി ഷവർ ക്ഷീണം മാറിയിട്ടില്ല എനിക്കിതുവരെ. വന്നോടാ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നമ്മുടെ ദിയ അമ്മച്ചി ഇൻസ്റ്റാഗ്രാം വഴി തനിക്ക് മറുപടി, മറ്റുള്ളവർക്ക് ഈ പറയുന്ന വിമർശിക്കുന്നവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യം പറയാലോ, അഹങ്കാരത്തിന്റെ ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് ഫോളോവേഴ്സ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരുപാട് ഇവരുടെ ഓസി ടോക്കി എന്ന് എന്താ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനകത്ത് ഇപ്പൊ ആരും വാങ്ങുന്നില്ല. അതിനകത്ത് കമന്റുകൾ വരുന്നുണ്ട്, ഇനി എവരെയും ഒരു പ്രൊഡക്റ്റ് വാങ്ങരുത്, തന്റെ ബിസിനസിന് പ്രശ്നമാകും എന്ന് അറിഞ്ഞപ്പോ, അല്ലെങ്കിൽ പോട്ടെ, അപ്പൊ താൻ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നത് ആ പറയുന്ന എവിടെ കിടന്ന എന്തൊക്കെ ഓർണമെന്റ്സ് എടുത്തിട്ട് വിറ്റിട്ട് ക്യാഷ് ഉണ്ടാക്കും, അത് പ്രശ്നമാകും എന്നറിഞ്ഞപ്പോൾ ക്ഷമയുമായിട്ട്, പക്ഷെ ആദ്യം ക്ഷമയല്ല ചോദിച്ചത്. എനിക്ക് നട്ടലുണ്ട്, ഞാൻ നട്ടലുള്ള പെണ്ണാണ്, അതുകൊണ്ട് എന്റെ വാക്കുകളെ എന്ത് ചെയ്യുന്നില്ല, ഞാൻ മാറ്റുന്നില്ല, എന്റെ അഭിപ്രായം അത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ എന്ത് ചെയ്യുന്നത്, ഒരു പോസ്റ്റ് ഇട്ടത്. അതിനുശേഷം വീണ്ടും ഈ പോസ്റ്റ് താഴെയും ഒരുപാട് തെറിവിളികളും ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല കണ്ടത്. എന്നുവെച്ചാൽ ഇവരെ ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഇഷ്ടപ്പെട്ടിരുന്നവർ ഉൾപ്പെടെ വന്ന് നല്ല രീതിയിൽ വിമർശനം വന്നപ്പോൾ വീണ്ടും അടുത്തൊരു സോറി പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഗംഗ മീനാക്ഷി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വീഡിയോ. ആ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും എല്ലാം അച്ഛനുമൊക്കെ ചെറുപ്പകാലത്ത്, അച്ഛൻ രണ്ടാമത് വന്നതാണ്. ഈ പെൺകുട്ടിയുടെ അമ്മ ഈ പറയുന്ന 3 പെൺകുട്ടികളെ എങ്ങനെ തെരുവുകളിൽ കിടന്നുകൊണ്ട്, അല്ലെങ്കിൽ സ്കൂൾ തിണ്ണയിലൊക്കെ കിടന്നുകൊണ്ട് എങ്ങനെ വളർത്തി, ആ കയറി വന്ന ഒരു അച്ഛൻ, സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ പോലും എങ്ങനെയാണ് സ്വന്തം അച്ഛനേക്കാൾ വലിയ നിലയിൽ അവരെ കാണുന്നത് എന്നുള്ളതൊക്കെ പഠിക്കുന്ന ഞാൻ ഒരു വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പോയി കണ്ട ഈ പറയുന്ന രണാസുന, ശരീരം വിറ്റ് നടക്കുന്ന രണാസുന പോലുള്ളവർക്കും ഈ പറയുന്ന മറ്റുള്ളവർ ഒരു ബഹുമാനവും ഇല്ലാതെ സ്വന്തം ഭർത്താവിന്റെ അമ്മയെ വരെ വഴി കിടക്കുന്നവരെന്ന് പറയുന്നവർക്കൊക്കെ അത് കണ്ടു പഠിക്കണം. അതൊരു പാഠമാണ് എന്നുള്ളതാണ്. ചോരബന്ധം, രക്തബന്ധം കൊണ്ട് മാത്രമല്ല അച്ഛനാകുന്നത് എന്ന ആ ഒരു വീഡിയോയിലുണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ പോയി കാണുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, അതായത് ഇന്നലെ ഒരു വിശദീകരണം അല്ലെങ്കിൽ മാപ്പെന്ന രീതിയിൽ കൊടുത്ത പോസ്റ്റുകളെ കുറിച്ച് പറയാം. ആദ്യത്തെ പോസ്റ്റ് ഇതായിരുന്നു: അമ്മ എന്ന സ്ഥാനം ഒരാൾക്ക് മാത്രം, വഴിയിൽ കാണുന്നവരെയോ മറ്റുള്ളവരെയോ ഒക്കെ അച്ഛ അമ്മ എന്ന് വിളിക്കാനാവില്ല എന്ന് ദിയ കൃഷ്ണ, അതായത് മാതൃഭൂമിയുടെ ആരുടെ പോസ്റ്റിനെയാണ് എടുത്തു വെച്ചുകൊണ്ട് ഇവർ അതിനൊരു റിപ്ലൈ തന്നിട്ടുള്ളത്. ആ റിപ്ലൈ ഞാനൊന്ന് വായിക്കാം. നോ മാറ്റർ what I will forever stick on my opinion because I have a spine. Okay, few reaction video against me won't make me change my life decisions. മനസ്സിലായി? എനിക്ക് നട്ടല്ലുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ തന്നെ സ്റ്റിക്ക് ഓൺ നിൽക്കുന്നു. മനസ്സിലായി? ഞാൻ ഉറച്ചിരിക്കുന്നത് വഴിയിൽ പോകുന്നവരെ എനിക്ക് അച്ഛ അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല. അതായത് എന്താ പറയുന്നത്, ഈ പറയുന്ന അശ്വിന്റെ അമ്മ വഴിയിൽ പോയി നിൽക്കുന്നവർ തന്നെ എന്ന് വീണ്ടും ഉറപ്പിക്കുകയാണ് ഇവിടെ. അഹങ്കാരം അമ്മോ നഖത്തിന്റെ ഇടയിലാണ്. മനസ്സിലായോ? The one who truly love me know who I am. ആര്? I am who I am, how I am to everyone. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം ഞാൻ ആരാണ്, ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണ്, നീ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് എന്റെ ആ ഒരു വർത്തമാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? റെസ്പെക്ട് ഡസന്റ് കം ഫ്രം വാട്ട് വി കാൾ ഓർ അഡ്രസ് എനിവൺ. അത് ഞാൻ സമ്മതിക്കുന്നു. റെസ്പെക്ട് എന്ന് പറയാൻ നമ്മൾ പറയുന്നതും ഈ പറയുന്ന വാക്കുകളിൽ, ഈ പറയുന്ന നമ്മൾ ഉച്ചരിക്കുന്ന ഇതിലല്ല, പക്ഷെ പറയുന്ന രീതിയിലുണ്ട്, ടോണിലുണ്ട് റെസ്പെക്ട്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ അതൊക്കെ വേണമെങ്കിൽ എങ്ങനെ പറയാമായിരുന്നു, ഞാൻ അങ്ങനെയാണ് വിളിച്ച് ശീലിച്ചത്, ഞാൻ എൻ്റെ അമ്മയെ മാത്രമേ അങ്ങനെ വിളിച്ചത്, മറ്റൊരു എനിക്ക് ആന്റി എന്ന് വിളിക്കുകയാണ്, അങ്ങനെ പറഞ്ഞു. അത് നീ അങ്ങനെയല്ല പറഞ്ഞത്. നീ എന്താ പറഞ്ഞത്, തള്ളയും തന്നെയാണ് ഇല്ലാത്തവർ പോയി മറ്റുള്ളവരെ വിളിച്ചാൽ മതി, നിങ്ങളുടെ അമ്മായിയമ്മ വഴിയിൽ കിടന്നവരാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ ആ ഒരു ഈ പറയുന്ന ആ ഒരു തന്റെ അഭിപ്രായത്തോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, എനിക്ക് നട്ടലുള്ള ഒരു പെണ്ണായത് കൊണ്ട് ഉറച്ചു നിൽക്കുന്നു എന്നാ പറയുന്നത്. അതായത് അഹങ്കാരത്തിന് ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇറ്റ് കം ഫ്രം വാട്ട് വി ഡു ഫോർ ദം. Ashwin as well as his parents know how well I treat them and how much I have done for the family business. നോക്കണം, അശ്വിനും അവരുടെ ഫാമിലിക്ക് പറയാം ഞാൻ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ ഫാമിലി ബിസിനസ്സിന് ഞാൻ എത്രമാത്രം അവരെ ഹെൽപ്പ് ചെയ്തിട്ട്. ഇവിടെയും നോക്കി, ഇവരെ നമ്മളിവിടെ കാണുന്നുണ്ട് അവരുടെ ബിസിനസ്സിന്. അവർക്ക് എന്തോ എനിക്ക് ഈ പലഹാര കച്ചവടം അങ്ങനെ എന്തോ ഉണ്ട്, അതിന് ഞാൻ സഹായിച്ചു എന്നാ പറയാം. ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. ഈ വീഡിയോക്കകത്ത് ഈ അശ്വിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പലഹാരങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അമ്മ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ദിയ എടുത്ത് പറയുന്നുണ്ട്, ഇതിനെ നീ ഇതിൽ സ്ക്രോൾ ഡൗൺ ആക്കി ഇങ്ങനെ ഇടണം എന്ന് പറയുമ്പോൾ ദിയ അതിനകത്ത് പറയും എനിക്ക് സ്ക്രോൾ ഡൗൺ ആക്കാമെന്ന്. ഇതിനകത്ത് വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം, നമ്പർ ഞാൻ എഴുതി ഇടാം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ ഫുള്ള് നോക്കിയിട്ട് ആ നമ്പർ ആ വീഡിയോ കൊടുത്തിട്ടില്ല. ഇതാണ്
കാരണം ഇവർക്ക് പത്തറ്റിക്കാണ്. അവര് ഈ പറയുന്ന ചെയ്യുന്ന ബിസിനസ്, ഇവരുടെ ചേച്ചി പറഞ്ഞിട്ടുള്ള ചായ വിറ്റ് നടക്കുന്നവർക്ക്, വിറ്റ് ജീവിക്കുന്നവർ വളരെ പത്തറ്റിക്, ദയനീയമായ ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്, അല്ലെങ്കിൽ ദയനീയമായ കച്ചവടമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതുപോലെ ശരീര പ്രദർശനം നടത്തി, അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവിന്റെ അമ്മയിനൊക്കെ വഴി പോക്കുന്നവർ എന്നുള്ള രീതിയിൽ രാവിലെ എഴിക്കുന്നതൊട്ട് തുമ്മുന്നതും തൂറുന്നതും ഒക്കെ ഈ പറയുന്ന യൂട്യൂബിനകത്ത് ഇട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിക്കും, അതൊക്കെ നല്ല അഭിമാനകരമായ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ജോലി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന, എനിക്ക് ഇവരുടെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്, ആ ഒരു വീഡിയോയിൽ നിന്നും എനിക്ക് മനസ്സിലായത്, അശ്വിന്റെ അമ്മ ചെയ്യുന്ന ബിസിനസ്സിനോട് അത് ഇവരുടെ ഇതിൽ പത്തറ്റിക് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടാണ് ഇവർ അതിനെ കാണുന്നത് എന്നുള്ളതാണ്. ഇനി അതായത് ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട്. ഈ മെസ്സേജ് ഒരാൾ ഇവരുടെ ഫോളോവേഴ്സ് കൊടുത്ത മെസ്സേജാണ്. അതിനുള്ള മറുപടി ദിയ താഴെ കൊടുക്കുന്നത്. അതിന്റെ മലയാള പരിഭാഷ ഞാനിപ്പോ വായിച്ച് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഈ ആ ഫോളോവേഴ്സ് എന്താണ് പറഞ്ഞത്, അതിന് ദിയ കൊടുത്ത മറുപടി മലയാളത്തിൽ അതാകുമ്പോൾ ഒത്തിരി കൂടി എളുപ്പമാവും. ഞാൻ താങ്കളുടെ ഉള്ളടക്കങ്ങൾ കാണുകയും അതിനെ ബഹുമാനിക്കുന്നതുമായവരാണ്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല, എന്നാൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല. എന്നാൽ നിങ്ങളുടെ ബ്ലോഗിന്റെ ഒരു പ്രസ്താവന എന്നെ സങ്കടപ്പെടുത്തി. എല്ലാവരുടെയും വീട്ടിൽ അച്ഛനും അമ്മയും കാണും, അതില്ലാത്തവർക്ക് മറ്റുള്ളവരെ അങ്ങനെ വിളിക്കാം എന്ന രീതിയിലുള്ള നിങ്ങളുടെ വാചകം വളരെ വേദനിപ്പിച്ചു. തമാശയാണ് അത് പറഞ്ഞതെങ്കിൽ പോലും അത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരുടെ സങ്കടങ്ങളുടെയും അവരുടെ മാനസികാവസ്ഥയെയും ഒട്ടും പരിഗണിക്കാതെ പറഞ്ഞതുപോലെ തോന്നി. ഇത്തരം വാക്കുകൾ സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പങ്കുവയ്ക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാള് അയച്ച മെസ്സേജ്. അതിന് ദിയ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. ചില നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടിയായി ഞാൻ വ്ലോഗിൽ പറഞ്ഞ ഒരു കാര്യം വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കി എന്നുള്ളതാണ്. എന്റെ ഫോട്ടോകൾ ചൂണ്ടിക്കാണിച്ചത്, എന്റെ ഫോളോവർ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ വാക്കുകൾ ആരെയെങ്കിലും വികാരങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. നേരത്തെ എന്താ പറഞ്ഞത്? അതായത് ഇവൾ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു, പക്ഷെ ഇവളുടെ അഭിപ്രായത്തിന് ഒരു മാറ്റമില്ല എന്നുള്ളതാണ്. ഞാൻ എന്താണ് പറഞ്ഞത് അത് തന്നെയാണ് അവളുടെ അഭിപ്രായം. അതായത് അവളുടെ അഹങ്കാരം എന്താണ്, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. കാരണം എന്താണ്? ബിസിനസ് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ചുട്ട മറുപടി കൊടുക്കാനുള്ള ഒരേ ഒരു വഴി ഇതേ ഉള്ളൂ കേട്ടോ. കണ്ടോണ്ടിരിക്കുന്നവർ ചെന്ന് വാങ്ങി പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. പറയുന്നതിന് മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിലെയും യൂട്യൂബിലെയും എന്റെ കുറെ ഫോളോവേഴ്സ് സ്നേഹത്തോടെ തന്നെയാണ് ഈ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൊണ്ട് എന്റെ വാക്കുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിന് മറുപടി നൽകേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. മനസ്സിലാകും. ആരെയെങ്കിലും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് കാണുന്ന ചെറുപ്പക്കാരിലേക്ക് തെറ്റായ സന്ദേശം എത്തിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നതിന് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഇത് കാണുന്ന ചെറുപ്പക്കാരിലേക്ക് തെറ്റായ സന്ദേശം, അപ്പൊ താങ്കൾ ചെയ്തത്, അപ്പൊ താങ്കളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, താങ്കൾ എന്താണ് ഫോളോ ചെയ്തത്, അത് തെറ്റാണെന്ന് താങ്കൾക്ക് മനസ്സിലായപ്പോൾ അല്ലേ? താങ്കൾ ചിന്തിച്ചു വെച്ചിരിക്കും, താങ്കൾ പറഞ്ഞത് മറ്റുള്ളവരിലേക്ക് ഒരു തെറ്റായ സന്ദേശം എത്തിക്കുമെന്ന് താങ്കൾക്ക് മനസ്സിലായി. അതായത് താങ്കൾ വിശ്വസിച്ചിരിക്കുന്ന താങ്കളുടെ അഹങ്കാരത്തിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് താങ്കൾക്ക് മനസ്സിലായി. അപ്പൊ താങ്കൾ ഒരു തെറ്റാണ്, താങ്കളൊരു അഹങ്കാരിയാണെന്ന് താങ്കൾക്ക് മനസ്സിലായി. എങ്കിലും തൊട്ട് മുമ്പുള്ള പോസ്റ്റ് എന്താ പറയുന്നത്? ഇത് ആർക്കെങ്കിലും അങ്ങനെ ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അമ്മേ എന്ന് വിളിക്കുന്ന ആർക്കെങ്കിലും ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് വ്യത്യാസമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയായിരിക്കും. മുമ്പൊക്കെ ഞാൻ അമ്മയെ കുമ്മേ മീനമ്മ എന്നൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ എന്നെ അവരെ കണ്ണെടുത്ത കണ്ടുകൂടാ എന്നുള്ളത്. ഇപ്പൊ അവരെന്നെ വഴി കിടക്കുന്നവരാണ് എന്നുള്ളതാണ്. എന്റെ കൂടെ വന്ന അല്ലെങ്കിൽ എന്നെ പ്രണയിച്ചിട്ടുള്ള എന്റെ കൂടെ ചേർന്നവരെല്ലാം എന്റെ പണം കണ്ടു വന്നവരാണെന്ന് നിങ്ങൾ ഇന്റർവ്യൂ പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഈ പറയുന്ന അശ്വിനും പണം കണ്ടു വന്നതാണ് എന്ന് നിങ്ങൾ പറയാതെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു അടിമയെ പോലെയാണ് ഇവരെ അശ്വിനെ കാണുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അശ്വിന്റെ അച്ഛനും അമ്മയും ചെയ്യുന്ന ബിസിനസ് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതൊക്കെ പത്തറ്റിക് ആയിട്ടുള്ള ബിസിനസ്സാണ്. ഞാൻ ചെയ്യുന്നത് ഓൺലൈനായിട്ട് ആഭരണങ്ങൾ എടുത്ത് വലിയ വിലയ്ക്ക് കൊടുക്കുന്നു. മറ്റൊരു 10, 20, 50 രൂപയ്ക്കുള്ള പലഹാരങ്ങൾ വിൽക്കുന്നു. അതൊക്കെ വളരെ മോശപ്പെട്ട ബിസിനസ്സാണ്. ഞാൻ ചെയ്യുന്നത് വളരെ കിടിലമാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ എനിക്ക് ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഭർത്താവ് ഉദ്യോഗം ചെയ്യുന്നവനെ പോലെയാണ് അശ്വിനെ ഇവിടെ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഒരു കാര്യം പറഞ്ഞേക്കാം, എവിടെയൊക്കെ ആയാലും താങ്കൾക്ക് ഈ പറയുന്ന അഹങ്കാരത്തിനുള്ള മറുപടി ഉണ്ടല്ലോ, താങ്കൾ ഈ കാണിച്ചതിനുള്ള ആ കർമ്മ തിരിച്ചടിക്കുകയും ചെയ്യും. എന്നിട്ടും ഇത്രയും സംഭവങ്ങൾ സംഭവിച്ചിട്ട് കൂടി താങ്കൾക്ക് ഒരു തരി പോലും തന്റെ അഭിപ്രായത്തിൽ നിന്ന് മാറുന്നില്ല എന്ന് പറയുന്നത്. താങ്കൾ എനിക്ക് അഭിപ്രായം മാറും, ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. തന്റെ ബിസിനസിനെ മാറും. കാരണം ഇവിടെ പണമാണല്ലോ പ്രധാനം.
ഇവിടെ എല്ലാവർക്കും ഇവർക്ക് വേണ്ടത് പണമാണ്. അപ്പൊ ഇത് തന്റെ ബിസിനസ്സിൽ ആൾക്കാർ കയറുന്നില്ല, ഇനി ആരും ഇവിടെ ഓർണമെന്റ്സ് വാങ്ങരുത് എന്നുള്ള കമന്റുകൾ വരികയും കുറെ ഹേറ്റ് കമന്റുകളും കുറെ അൺഫോളോ കൂടി വന്നപ്പോ പേടിച്ചു പോയി. എന്റെ ബിസിനസ് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊരു പേടി വന്നപ്പോഴാണ് കളം മാറ്റി ചവിട്ടിയത്. എന്നിട്ട് പോലും തുറന്നൊരു ഞാൻ പറഞ്ഞു തെറ്റപ്പോ ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊന്നും അല്ല. ഞാൻ പറഞ്ഞത് എനിക്കത് സത്യത്തിൽ ശരി തന്നെയാണ്. ഞാൻ അങ്ങനെ ജീവിക്കത്തുള്ളൂ, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും അമ്മയെ കുമ്മയെന്നൊക്കെ വിളിക്കുന്നവർക്ക് വല്ല ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു. എന്നാ വളരെ കഷ്ടം. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റേ കമന്റ് ചെയ്യുമ്പോൾ കാണാം. ശരി.